നമ്മൾ മുളക് പുരട്ടി വെച്ചിരുന്ന ഇറച്ചി ഒന്നാവി കയറ്റുവാണ്. 10 മിനിറ്റ് നമ്മൾ മുളകും ഉപ്പും മഞ്ഞളും പൊടിയും തിരുമ്പി വെച്ചു. ഒരുപാട് വേഗണ്ട, കുറച്ച് സമയം ഒന്ന് സെറ്റാകാനായിട്ട് ഇരുന്നാൽ മതി. ബാക്കി എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് ശരിയായിട്ടുണ്ട്. ഇറച്ചി ശരിയാകുന്ന നേരത്തിന് നമുക്ക് അതിൽ ചേർക്കാനുള്ള പൊടി ഐറ്റംസ് ഒക്കെ എടുക്കാം. ഇത് വലിയ സ്പൂണിന് 3 സ്പൂൺ അച്ചാർ പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടി 3 സ്പൂൺ. ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ. ഇത് ഗരം മസാലപ്പൊടി 2 സ്പൂൺ. ഇത് ഉപ്പ് ആവശ്യത്തിന്. ഇത് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ചേർത്തതാണ്, അതിൻ്റെ ബാക്കി ചേർക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് വെളുത്തുള്ളി അരിഞ്ഞതാണ്. ഒരു 2 വലിയ സൈസ് വെളുത്തുള്ളി പൊളിച്ചരിഞ്ഞതാണിത്. അതുപോലെ തന്നെ മുന്നത്തെ ഒരു ഇഞ്ചിയുടെ കഷ്ണവും അരിഞ്ഞെടുത്തതാണ്. വിനാഗിരി ചേർക്കുന്നത് ലാസ്റ്റ് കാണിക്കും. ഇത് നമ്മൾ ബീഫ് അടുപ്പ് വെച്ച് നല്ലപോലെ ആവി കയറി അതിൻ്റെ ചേർത്ത സാധനങ്ങളെല്ലാം അത് ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഷ്ടിച്ച് വെച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ പോലെയുള്ള വേവ് ഇവിടുത്തെ ബീഫിനില്ല, അതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ടി കഴിയില്ല. നമ്മൾ നല്ലപോലെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഈ ബീഫ് കോരിയെടുക്കുവാണ് വറക്കാനായി. ഇത് ബീഫ് മൂത്ത ഭാഗമാണ്. ഇതുപോലെ ചുമന്ന് വരണം. അതിന് കഷ്ണങ്ങളുടെ അകത്ത് വെള്ളമില്ലാത്ത പരുവം വരെ നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ കോരാൻ പോകുന്ന ഭാഗമാണ്. ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കഴിയുമ്പോൾ തീരും. 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് വറുത്ത് കോരി എടുക്കുന്നത്. പണി എവിടം വരെയായി? പകുതിയായി. ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരിയോ? ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരി. ഇത് രണ്ടാമത്തെയാണ് എണ്ണയ്ക്കകത്ത് കിടക്കുന്നത്. മമ്മി പറഞ്ഞോണ്ടിങ്ങനെ കുലുക്കി കുലുക്കി സൗണ്ട് കേൾക്കണം. അല്ലെങ്കിൽ നമ്മള് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. കണ്ടാൽ അങ്ങോട്ട് കളർ മാറിയാലും അതിൻ്റെ ഉള്ളിൽ പച്ചപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കണ്ടോ, ഇതിനകത്ത് കണ്ടോ പച്ചപ്പ് കണ്ടോ? അത് മാറിക്കഴിയുമ്പോൾ മൂത്തെന്നുള്ളതാണ് അർത്ഥം. നമ്മളിപ്പോ എത്ര 2 കിലോയുടെ സാധനം 2 കിലോയുടെ സാധനം ഒറ്റ ഇതിനിടാഞ്ഞാൽ അല്ല പിന്നെ എണ്ണ ഒരുപാട് വേസ്റ്റാക്കി വെറുതെ കളയുന്നു. അതും ശരിയാ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ട്രിപ്പിലിട്ട് കഴിഞ്ഞാൽ പണിയെടുക്കുള്ളൂ അല്ലേ? പണിയെടുക്കുള്ളൂ. പക്ഷെ അന്നേരം ഒരുപാട് എണ്ണ വേസ്റ്റായി പോകും. വറുത്ത് കോരി എണ്ണ ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് എടുത്തേക്കുവാണെങ്കിൽ വെറുതെ എണ്ണ കളയുന്നു. അമ്മ മുളക് പൊടി കുറച്ചേക്കുവാണെന്ന് തോന്നുന്നല്ലോ, പിള്ളേര് കഴിക്കുന്നതാണ്. അവളുമാർക്ക് അച്ചാറെന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. എന്നാൽ പിന്നെ മുളക് കൂടിപ്പോയാൽ അവർക്ക് കഴിക്കാൻ മുളക് കുറച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. എന്നിരുന്നാലും അത് എളുപ്പമല്ല. ഇറച്ചിയച്ചാറുടെയും ഇച്ചിരി പണിയുള്ളതാണ്. മീനച്ചാറിനും ഇതുപോലെ തന്നെയാ? മീനച്ചാറിനും ഇതുപോലെ നല്ല പണിയുണ്ട്. അത് നല്ലപോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറെ സമയം ബുദ്ധിമുട്ടിയാലേ പറ്റുള്ളൂ. മറ്റേ നല്ലെണ്ണയില് നമ്മൾ വെക്കുവാണെങ്കിൽ കുറച്ച് നാളിരിക്കുമെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയാ പഴയ കാരണവന്മാര് പറയുന്നത്. നേരത്തെ എവിടെയൊന്നോ അച്ചാറിട്ടാൽ അത് കുറെ നാളിരിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇവിടെ എന്നാൾ ഒരു പ്രാവശ്യം സിജോയുടെ നല്ലെണ്ണ എവിടെ നിന്നാലും മേടിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ബംഗ്ലാദേശ് കടകളിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. കാര്യം പറഞ്ഞു ഒരു റൗണ്ട് ഓടിച്ചു നോക്കിയിട്ട് എവിടെയും കിട്ടിയില്ല. അപ്പൊ നമ്മൾ സാധാരണ ഓയിലിൽ തന്നെ അങ്ങ് വെക്കാമെന്ന് തീരുമാനിച്ചു.
പിന്നെ ഈ ചൂട് സീസൺ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അടുപ്പത്ത് നിന്നുള്ള ഈ ഒരു പാചകം അത്ര എളുപ്പമല്ല, സമയമെടുക്കും. ക്ഷമ വേണം ശരിക്കും പറഞ്ഞാലേ. ക്ഷമയില്ലെങ്കിൽ ഉണ്ടാക്കിയാൽ അത് ശരിയാകത്തില്ല. എങ്ങനെയൊക്കെ തല്ലിക്കുട്ടി എങ്ങനെയാണ് ശരിയാകുന്നത്? നല്ല ക്ഷമയോടെ. പുതിയ തലമുറക്കാർക്കൊന്നും ഇത്ര ഈ പാചകത്തിനോട് താല്പര്യവും ഉള്ളവരായിരിക്കണം. അല്ലാത്തവരൊന്നും ഇതിനു വേണ്ടി മെനക്കട വേണ്ടി ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഞങ്ങൾ വേണ്ടി. അതെനിക്കറിയാം. ഇവിടെ വരുന്ന നിങ്ങളുടെ കൂട്ടുകാരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. അതാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞ സത്യത്തിൽ ഞാൻ ഇത് ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഇറച്ചി വെച്ചത്. കാരണം മമ്മി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് മമ്മിയുടെ ഒരു ടൈം പാസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേന്ന് ഞാൻ വിചാരിച്ചു. മമ്മിക്ക് ഒരു ടൈം പാസ് അല്ലേ? മമ്മിക്ക് എന്നെ ഇത് ഇഷ്ടമാട്ടോ. പാചകം എന്ന് പറയുന്നത് ഇഷ്ടം കൂടിയാണ്. അത് കാരണം കുഴപ്പമില്ല. എനിക്ക് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും മമ്മീനെ കേട്ടോ. മമ്മിയുടെ വെറൈറ്റി ഫുഡുകളുമായിട്ട് ഇനിയുള്ള വരുന്നുള്ള ദിവസങ്ങളിൽ വെറൈറ്റി ഫുഡുകളായിരിക്കും ഓരോരോ വീഡിയോയില്. അപ്പൊ മമ്മീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ മീ? ഓക്കെ. എല്ലാവരെയും നല്ല സപ്പോർട്ട് ചെയ്യുക, എന്നാലല്ലേ നമുക്ക് പിന്നെയും ചെയ്യാം. നമുക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്ന അങ്ങനെയല്ലേ അല്ലെ? ആൾക്കാർ കഴിച്ചിട്ട് എന്റെ താഴെ കമന്റും പറയണം എങ്ങനെയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ പറയാ കമന്റ് കൂടി ഇടുക അല്ലേ? മിലാനുള്ളവർക്ക് വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കിയും കൊടുക്കും. മിലാനിലുള്ളവർക്ക് ഉണ്ടാക്കി തരുന്നതിനൊരു കുഴപ്പമില്ല. ആവശ്യക്കാരാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇറച്ചി മൊത്തം വറുത്ത് കോരി ഇനി നമ്മളത് അച്ചാറിടാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാണ്. ആദ്യമേ ഇഞ്ചി അരിഞ്ഞത് മൂപ്പിക്കും. നമ്മൾ ആ ഇറച്ചി വറുത്ത എണ്ണയിൽ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത്. അമ്മി ഇതെന്താ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോൾ? അതതിനകത്ത് വെള്ളമയമുണ്ട്. അതാ വെള്ളമയം പറ്റിക്കഴിയുമ്പോൾ ശരി കണ്ടില്ലേ ഇപ്പൊ കുറഞ്ഞില്ലേ ഇഞ്ചിക്കകത്ത് വെള്ളമുള്ളത്.
ഇങ്ങനെ തന്നെ ഇരുന്ന് ഇത് നല്ലപോലെ മസാലയെല്ലാം പിടിച്ച് നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിന് നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ലെണ്ണ ഇതിൻ്റെ മണ്ടയിൽ ഒഴിച്ചാൽ മതി. ഇപ്പം നമുക്ക് നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുകയാണ്. നിങ്ങളിപ്പോൾ ബീഫ് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടല്ലോ. ഞാനത് കുപ്പിയിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാനിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പണി ഇഷ്ടമുള്ളതുകൊണ്ടും ആവശ്യമുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഉണ്ടാക്കിത്തരുന്നതിന് യാതൊരു മടിയില്ല. സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.